ഇത് ഒറ്റപ്പെട്ടതായിട്ട് കാണും. രാജ്യത്തുടനീളമുള്ള സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ വ്യാപകമായിട്ട്. അതിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അയച്ചിട്ടുള്ള ഒരു സർക്കുലർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ അടുക്ക ഉണ്ട് അതിൻ്റെ കോപ്പി. വൈസ് ചാൻസലർ പറയാണ്, ഈ 22-ാം തീയതി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വൈസ് ചാൻസലർമാരെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ വിവിധ പദവിയിലിരിക്കുന്ന ആളുകളെയുമൊക്കെ സംഘപരിവാർ ഏജന്റുമാരാക്കിയിട്ട് മാറ്റുന്ന സാഹചര്യത്തിൽ ഗവർണർ അതിൻ്റെ ഏജന്റായിട്ട് നഗ്നമായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം അദ്ദേഹം മറന്നുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കൊളോണിയൽ അവശേഷിപ്പ് എന്ന നിലക്ക് നേരത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഗവർണർ പദവിയല്ല സ്വാതന്ത്ര്യാനന്തരം അംഗീകരിക്കപ്പെട്ട ഭരണഘടനയിലെ പദവി. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ തനിക്കെന്തോ പ്രത്യേക അധികാരമുണ്ട് ആണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തുള്ള പ്രത്യേക അധികാരത്തോടു കൂടിയുള്ള പ്രൊവിൻഷ്യൽ ഗവർണറാണ് താനെന്നുള്ള തോന്നലാണ് ആരിഫ് മുഹമ്മദ് ഖാനെ നയിക്കുന്നത്. അതിലുപരി എങ്ങനെ സംഘപരിവാറിനെ സേവിക്കാം, അതിൽ അദ്ദേഹം ഓരോ ദിവസവും മത്സരബുദ്ധിയോടുകൂടി ഇന്നലെ പറയുന്നതിനേക്കാളും കൂടുതൽ ശക്തമായി ഇന്ന് പറയാം. പക്ഷെ പ്രബുദ്ധമായിട്ടുള്ള കേരള സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം ഒരു കോമാളി വേഷക്കാരനായി തിരിച്ചറിയപ്പെടുന്നു എന്നത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. പക്ഷെ സമൂഹം ഇത് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടും സ്വീകരിച്ചുകൂടാ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എതിർക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തുള്ള വലതുപക്ഷം ഇതാണ് കോൺഗ്രസ് വിശേഷിച്ച്. അതിൽ മുസ്ലിം ലീഗ് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് ഈ കാവ്യവൽക്കരണത്തെ ഈ വിധം പരസ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിലപാടിനോട് വിയോജിപ്പ് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് ഇതിനനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. നിർഭാഗ്യവശാൽ KPCCയുടെ പ്രസിഡന്റ് സുധാകരൻ തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ ചാൻസലർ ഗവർണർ പദവിയിലിരിക്കുന്ന ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന പദവിയിലിരുന്നു കൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം തന്നെ KPCC പ്രസിഡന്റ് ചോദിക്കുകയുണ്ടായി. ഇത് ദൗർഭാഗ്യകരമായിട്ടൊരു സാഹചര്യമാണ്. അപ്പോൾ കേരളം പ്രബുദ്ധമായിട്ടൊരു സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ മതഭ്രാന്തും ഭക്തിഭ്രാന്തും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് സംഘപരിവാരം രാജ്യത്തിലെ അടിസ്ഥാന ശിലയെ തന്നെ പിഴുതെടുക്കുന്ന സാഹചര്യത്തിൽ കേരളം ഒരു തുരുത്താണ്. ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും സാമൂഹ്യനീതിയുടെയും ഒരു തുരുത്താണ് കേരളം. അഖിലേന്ത്യാ തലത്തിൽ ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വെളിച്ചമാണ് കേരളം. ആ തുരുത്തും വെളിച്ചവും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ജനാധിപത്യ മതനിരപേക്ഷവാദികളും ഗവർണറുടെ ഇത്തരം തെറ്റായിട്ടുള്ള നടപടികളെ എതിർക്കാൻ മുന്നോട്ട് വരണം. പൊതുസമൂഹത്തിൽ ആ നിലക്കുള്ള ഒരു പൊതുബോധ നിർമ്മിതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ജിബിൻ്റെ ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അനിവാര്യമല്ലാത്ത ഈ ഗവർണർ പദവി തന്നെ എടുത്തു കളയാൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.